ഞങ്ങളുടെ പരിയാനംപറ്റ പൂരം ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂരം ദിവസത്തിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ തൊഴുതു പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഞങ്ങൾ മൂന്നാളും എത്തിയപ്പോഴേക്കും അവിടെ ശീവേലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യാനുവിന് ഈ ആനയെ കാണുന്നതും കൊട്ട് കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അവനെയും കൊണ്ട്. അവനും അതൊരു കൗതുകമാണ്. പിന്നെ ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ അതിലിങ്ങനെ മുഴുകിയിരിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതാ പൂരത്തിൻ്റെ ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൂരം സമയത്തല്ല ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതൊരു വേറെ വൈബ് തന്നെയാണ്. അങ്ങനെ ഞങ്ങളിതാ നേരെ പോയത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയും അവനെ കൊണ്ടുവരുന്നതും കാത്തിട്ട് അമ്മമ്മി മുത്തശ്ശനെ ഇരിക്കും. ഞങ്ങളോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കും എപ്പോഴാണ് അവനെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ. അവിടെ പോയാൽ യാനുവിന് ഏറ്റവും ഇഷ്ടം ഈ ആനയെ കാണുന്നതാണ്. അവനിങ്ങനെ ആനയെ കണ്ടാൽ മതി, അതിൻ്റെ അടുത്തോട്ട് പോകണമെന്നൊന്നും അവനും അങ്ങനെ ആവശ്യം പ്രകടിപ്പിക്കാറില്ല. ഞങ്ങളും അവനെ അങ്ങനെ അടുത്തോട്ടൊന്നും കൊണ്ടുപോകാറില്ല. ഇത്തവണ പൂരത്തിന് ആനക്കുട്ടനും ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് രാത്രി പൂരത്തിനൊന്നും പോവാറില്ല. പോവുകയാണെങ്കിൽ തന്നെ രാവിലെ തൊഴുതു പോരലാണ് പതിവ്. അപ്പോൾ ഇത്തവണ അതേപോലെ രാവിലെ ഒന്ന് പറ്റുകയാണെങ്കിൽ പോയിട്ട് വരണം. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കതിനെ വേറൊരു പാർട്ടായിട്ട് നമ്മൾ വ്ളോഗ് ഇടുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.